മിനറൽ വാട്ടർ കുപ്പിയിലെ തലതിരിച്ച തക്കാളി കൃഷി. ഹായ് ഫ്രണ്ട്സ്, കൃഷിയും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് സങ്കൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന തക്കാളി കൃഷിയെ പറ്റിയാണ്. നമുക്ക് ഒരുപാട് സ്ഥലമില്ല എന്ന് പറഞ്ഞ് തക്കാളി കൃഷി ഉപേക്ഷിക്കേണ്ട. ഞാൻ ഇനി പറയുന്ന രീതിയിൽ കൃഷി ചെയ്താൽ വളരെ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും തക്കാളി കൃഷി ചെയ്യാൻ പറ്റും. വീട്ടുമുറ്റത്തോ ടെറസിലോ ബാൽക്കണിയിലോ കുറച്ച് സ്ഥലം ഉള്ളവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയാണ് ഇത്. ഇതിന് മുന്നേയും നമ്മൾ മിനറൽ വാട്ടർ കുപ്പിയിൽ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത പയർ കൃഷിയാണ്. കണ്ടോ, നമ്മൾ മിനറൽ വാട്ടർ കുപ്പിയിൽ 3 കുപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെതേത് പൂവ് ഇതായിരിക്കുന്നു, പൂവ് വന്നിട്ടുണ്ട്, കാ പിടിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞുക, എല്ലാത്തിലും ചെറിയ ചെറിയ കായകൾ പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് സക്സസ് ആണ്. ഇതിന് മുന്നേ മിനറൽ വാട്ടർ കുപ്പിയിൽ തല തിരിച്ച് നമ്മൾ മുളക് നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ കുപ്പിയിൽ കാ പിടിച്ചിട്ടുണ്ട്, പൂമൊട്ടെല്ലാം വന്ന് നിൽപ്പുണ്ട്. ഇതിലും മൊട്ട് വന്നിട്ടുണ്ട്. അതും നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഹോർലിക്സ് കുപ്പിയിൽ ചീര കൃഷി ചെയ്തതാണ്. അതും നല്ല സക്സസ് ആയിട്ട് നമുക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഈ 3ൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് കാണാത്തവർ കയറി കാണണേ. ഇന്ന് മിനറൽ വാട്ടർ കുപ്പിയിൽ തലതിരിച്ചുള്ള തക്കാളി കൃഷി കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം, ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു രീതി കണ്ടാൽ നിങ്ങൾക്കും ഇത് പരീക്ഷിക്കണമെന്ന് തോന്നും. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പാഴാക്കി കളയുന്ന മിനറൽ വാട്ടർ കുപ്പികൾ ഫലപ്രദമായി ഉപയോഗിക്കാം. ഇന്ന് ഞാൻ ഈ 2 കുപ്പികളിലാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. ഈ കുപ്പിയുടെ അടിഭാഗം നമുക്ക് മുറിച്ചു കൊടുക്കണം. ഞാൻ എളുപ്പത്തിന് കുറച്ച് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കവറങ്ങ് ഇളക്കി കളയാം. ഇനി ഈ കുപ്പിയുടെ 2 വശത്തായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുക. അതിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 2 സൈഡിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഈ കെട്ടിക്കൊടുക്കുന്ന രീതിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കത് കെട്ടിയെടുക്കാം. ഇതുമാതിരി നമ്മൾ 2 കുപ്പിയും ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ പോട്ടിംഗ് മിക്സ് നമ്മൾ നിറച്ചതിന് ശേഷമാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ആദ്യം ചെടിയാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. നമുക്ക് പോട്ടിംഗ് മിക്സ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ മണ്ണിനൊരു പ്രത്യേകത, മണ്ണ് നമുക്ക് വളരെ കുറച്ച് മതി. അതും പോയിട്ട് ഈ മണ്ണിനൊരു പ്രത്യേകത, നമ്മൾ എല്ലാം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണത്. മണ്ണ് കുറച്ച് മതി.
എന്നിട്ട് നമുക്കതിൽ ചകിരിച്ചോറിട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, ഒരു പിടി എല്ലുപൊടി, ഇതൊരല്പം ഓർഗാനിക് ഫെർട്ടിലൈസർ. ഇനി നമുക്കത് നന്നായിട്ട് കുഴയ്ക്കാം. ഇതാണ് നമുക്ക് നട്ടു കൊടുക്കേണ്ട തക്കാളി. നമ്മൾ വീട്ടിൽ പൊടിച്ച് നിന്നത് നമ്മളിപ്പോൾ ഇളക്കിക്കൊണ്ട് വന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തെ ഇലയൊക്കെ അങ്ങ് ഇളക്കിക്കളാം കുറച്ച്. ഇനി ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ്. അപ്പോൾ നമുക്ക് മറ്റത് പാടാണ്. ഇത് അങ്ങ് ഈ കുപ്പിയുടെ അറ്റം വരെ നമുക്കിത് കയറ്റി കൊടുക്കാൻ പറ്റും. ഇത് ഇത്തിരി വലിയ ഇതായതുകൊണ്ട് നമ്മളിത് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇതിൻ്റെ വേര് ഒരു പകുതിക്ക് മുകളിലോട്ട് നമ്മൾ കയറ്റി വയ്ക്കാം. കുറച്ച് ഭാഗം പുറത്ത് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ലവണവും ജലവും ഒക്കെ കൊടുത്താലും നമുക്ക് വേരല്ലേ നമുക്കെല്ലാം പിടിച്ചു തരണത്. അപ്പം അത് നമുക്ക് ഈ വേര് മുകളിലിരിക്കുമ്പോൾ ഇത്രയും നമുക്ക് ഇത് കുറച്ച് ഭാഗം താഴെ ഉണ്ടായാൽ മതി. ഇനി ഇതിൽ നമുക്ക് തിളവിപ്പോവും, അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ചകിരി വെച്ച് കൊടുക്കാം. കാരണം തൂക്കിയിടാനുള്ളത് കൊണ്ട് വളരെ വെയിറ്റൊന്നും വേണ്ട. ഇവിടെ ഹോൾ അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല. ഇനി നമുക്കടുത്തും ഒരല്പം ചകിരി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ആദ്യം ചകിരിച്ചോറ്, പിന്നെ പോട്ടി മിക്സ്. കാരണം ഇത് ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ ഇതിങ്ങ് താഴ്ന്നു വരും. വീണ്ടും നമ്മൾ ചകിരിച്ചോറ്, ഇനി ഒരല്പം വീണ്ടും പോട്ടി മിക്സ്. കണ്ടില്ലേ, ഇത് താഴുമ്പോൾ കുറേ കൂടെ താഴുമ്പോൾ നമുക്കടുത്തിന് കൂടുതലും നമ്മളിതിനെ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കാൻ. അപ്പോഴത്തേക്കും അതെല്ലാം നമ്മുടെ വേര്, കാരണം വേര് ഈ മുകൾ ഭാഗം വരെ ഇരിക്കുന്നുണ്ട്, അപ്പം വേര് വലിച്ചെടുക്കും. ഇനി ഇതൊരു പണിയൂടെ ഉണ്ട്, ഇത് നമുക്ക് തൂക്കിയിടാം. ഇത് ഇത്തിരി നല്ല വെയിലുള്ള സ്ഥലമാണ്. വെയിൽ ഉണ്ട്, എപ്പോഴും കാണൂലെന്നേ ഉള്ളൂ. പക്ഷെ വെയിൽ കുറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഒരാഴ്ച കുറച്ച് തണലത്തിരിക്കട്ടെ.
കണ്ടില്ലേ? ഇനി നമുക്കിതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം. അപ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് തന്നെ ഈ തക്കാളി വളർന്നു വരും. അപ്പോൾ നമുക്കിതിൽ കെട്ടി കെട്ടി കൊടുത്താൽ മതി. അടുത്തത് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കെട്ടിയിടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നട്ട ഇതിനും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തക്കാളി ചെടി നട്ടു കൊടുത്തത് കണ്ടില്ലേ? വളരെ എളുപ്പമായിട്ടുള്ള രീതിയാണ്. അത് നമ്മൾ വളർന്നു വരട്ടെ. നമുക്ക് നാളെ തൊട്ട് അത് നല്ല ഫ്രഷ് ആവും. കാരണം ഇന്ന് ശകലം നമ്മൾ വെള്ളം ഒഴിച്ചപ്പോഴേ അത് നല്ലതായി. അപ്പോൾ നാളെ തൊട്ട് നമ്മളെ ഓരോ അപ്ഡേറ്റും, ഇത് വളരുന്ന ഓരോ അപ്ഡേറ്റും എല്ലാ കൂട്ടുകാരെയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്, കാരണം ചെയ്യാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഗാർഡനിങ് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.